ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ്. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ നമ്മുടെ ഓളെന്ന് വട്ടം കൊടുക്കുക കേട്ടോ. പിന്നെ അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സുർബിയാൻ ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സബോളയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. ബാക്കി കുറച്ചും കൂടെ ഉണ്ട്, അതും പൊരിച്ചെടുക്കണം. എന്നിട്ട് രണ്ടും കൂടെ പൊരിച്ച് കഴിഞ്ഞിട്ട് പകുതിയാക്കിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ മസാല ഉണ്ടാക്കുന്നത് കേട്ടോ. ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവരും മുഴുവനായിട്ട് കാണാം, സപ്പോർട്ട് ചെയ്യാം. നമ്മൾ റൈസ് ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചാണ് കേട്ടോ, മന്തി റൈസ്. പിന്നെ ചിക്കനും കഴുകി വെച്ചാണ്, ബാക്കി കാണിക്കും. ഇത് അധികം അങ്ങോട്ട് മൊരിഞ്ഞ് വരരുത് കേട്ടോ. വെച്ചാൽ അധികം കറുപ്പ് കളറായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് അരക്കുമ്പോൾ വേറൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഒരു പാകത്തൊരു ബ്രൗൺ കളറായി വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ഇതെടുക്കുക. പിന്നെ പ്ലേറ്റിൽ വെച്ചിട്ട് അതൊന്ന് ഇതാവുമല്ലോ, പിന്നെ ഒന്ന് കളർ മാറുമല്ലോ, അങ്ങനെ ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് നമുക്ക് ചോറിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ദമ്മിടാൻ വേണ്ടിയിട്ടാണ് പകുതി സവോള മാറ്റി വെക്കുന്നത്. പകുതി നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ പിന്നെ ഉള്ളി വറുത്തെടുത്ത ഓയിൽ തന്നെ ചിക്കൻ ഇങ്ങനെ ജസ്റ്റ് ഒന്നും ആക്കാണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു വൈറ്റ് കളറായി കഴിഞ്ഞിട്ട് ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ട് വൈറ്റ് കളറാകണ വരെ ഒന്ന് വെച്ചിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ മസാല കൂട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ ഇട്ടിട്ട് പിന്നെ അടുത്തത് നമ്മൾ മസാലക്കൂട്ട് തയ്യാറാക്കുന്ന കാട്ടിത്തരാം. അപ്പോൾ ഇതാ ഗൈസ്, നമ്മൾ പിന്നെ വറുത്ത് വെച്ചിരുന്ന ആ ഉള്ളി ഇട്ടിട്ടോ, അതിലേക്കൊരു അരക്കപ്പ് തൈര് ഒഴിച്ചു കൊടുത്ത്. പിന്നെ ഇതൊന്നും ഞാൻ അളവ് സൈഡ് എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ സുമാറ് പറഞ്ഞുതരാം. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക്, പിന്നെ ഞാൻ പിന്നെ നല്ല ജീരകം പൊടിച്ചതാണ് ശരിക്കും വേണ്ടത്. പക്ഷേ ഞാൻ നല്ല ജീരകം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഞാൻ കവർന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, ആരും തെറ്റിദ്ധരിക്കണം. ഞാനത് കഴുകി ഉണക്കി എടുത്ത് വെച്ച നല്ല ജീരകം കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട്, കുറച്ച് മുളക് പൊടി ഇട്ട്, പിന്നെ ഇനി മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാനിത് ഇങ്ങനെ ഏതായാലും അരക്കല്ല, അപ്പോൾ അങ്ങനെ മുഴുവനോട് കയ്യിലിട്ടിട്ട് അരക്കുകയാണ് കേട്ടോ. പിന്നെ ഇത്തിരി ബിരിയാണി മസാല, പിന്നെ ഒരു 4 ഗ്രാമ്പും ഏലക്കായും. പട്ട ഉണ്ടെങ്കിൽ പട്ട ഇടുക കേട്ടോ. പട്ട ഞങ്ങളില്ലാത്തതിന് കൊണ്ടാണ് ഇടാഞ്ഞത്. പിന്നെ ചിക്കനൊക്കെ അതാ ഒരു ഭാഗം കളർ മാറി വന്നപ്പം മറ്റേ ഭാഗം കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അധികം വേവൊന്നും വേണ്ട, നമുക്കിതിൽ മസാല വരാണ്ട്. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത മിക്സ് ഇതാട്ടോ. ഇനി ഈ മിക്സ് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിക്ക് ചിലവർ ഉരുളക്കിഴങ്ങ് വേവിച്ചിടലുണ്ട്. നമ്മൾ ഇതേപോലെ തന്നെ ചിക്കൻ പൊരിക്കണ പോലെ പിന്നെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് പൊരിച്ചെടുക്കുക, ഇതേപോലെ തന്നെ കേട്ടോ. പിന്നെ അപ്പോൾ ഗൈസിന് ഇതിലേക്ക് പാകത്തിന് ഉപ്പൊക്കെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ മിക്സിൻ്റെ ജാറ് ഒന്ന് കഴുകി അതിൻ്റെ ഒരു വെള്ളം കൂടെ ഉണ്ട് മസാലേൻ്റെ, അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ നന്നായിട്ട് ചിക്കനിലൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തേക്കൊന്നും ആവണ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ആദ്യം തന്നെ ഈ ചിക്കൻ നമ്മൾ പിന്നെ എന്തിനാണ് ഈ വെളിച്ചെണ്ണയിട്ടൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ചിക്കന് പിന്നെ ഈ മസാല കടന്ന് നല്ലോണം വെന്തുടയും, നല്ല വേവ് വന്നിട്ട് ഉടയും. അപ്പോൾ ആ ഉടയാണ്ടിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ ചിക്കൻ ഒന്ന് വേവിക്കണത്. പിന്നെ നമ്മൾ ഇത്തിരി മല്ലിച്ചപ്പ് ഇടും. പിന്നെ ഒരു 4 പച്ചമുളക്, 3 നമ്മൾ ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് കീറാണ്ട് അങ്ങനെ മുഴുവനോട് ഇടല കേട്ടോ. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും മല്ലിച്ചപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടൊന്ന് ഇളക്കുക. മല്ലിച്ചപ്പ് വെച്ചാൽ നമ്മൾ ബിരിയാണിക്കൊന്നും ഇടുന്ന പോലെ ഒരുപാട് ഇടണ്ട കേട്ടോ, കുറച്ചിട്ടാൽ മതി. അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഗൈസ് ഞാൻ ഇതിൽ നിന്ന് പകുതി മസാല എടുത്തിട്ട് ഒരു ബൗളിലാക്കി ഇവിടെ വെച്ചാണ് കേട്ടോ. നമുക്ക് ദമ്മിടുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ വെന്ത് ഞാൻ ഓഫാക്കി വെച്ചിന്. ഇനി ഞാനൊരു ഇതിലൊരു വെള്ളം വെച്ചത് ചോറ് വെക്കാനുള്ള വെള്ളമാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, പിന്നെ ഉപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ പട്ട എൻ്റെ കയ്യിലില്ലായിരുന്നില്ലേ, അപ്പോൾ ഗ്രാമ്പു, ഏലക്കായും പിന്നെ ഇതോടട്ടെ ഉപ്പും. അപ്പം എന്നിട്ട് കാണാം. ഇതിലേക്ക് റൈസ് ഇട്ടാണ്. ഇതൊന്ന് ഒരു 3/4 ഭാഗം വേവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്കത് ഊറ്റിയെടുത്തിട്ട് ദമ്മിടാം. റൈസ് ഏകദേശം വെന്തിട്ടോ. അപ്പോൾ അത് നേരെ ഡയറക്റ്റായിട്ട് നേരെ ഇതിലേക്ക് തന്നെ ഊറ്റിയിട്ടാൽ മതി. അപ്പോൾ റൈസ് ഏകദേശം ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിനി പിന്നെ ബാക്കി നമ്മൾ എടുത്ത് വെച്ച മസാല ഉണ്ടല്ലോ അതും മല്ലിച്ചപ്പും കൂടെ ഇതിലേക്ക് ഇടണം. അപ്പോൾ ഗൈസ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പകുതി മസാല ഉണ്ടല്ലോ അതിന് ഇതിൻ്റെ മുകളിൽ ഇട്ടെടുക്കാം. അപ്പോൾ അതാ അത് ഇതിൻ്റെ മുകളിൽ ഇട്ടെടുക്കാം. എന്നിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള റൈസും കൂടെ ഇട്ടിട്ട് ദമ്മിട്ടെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ദമ്മിടാൻ ഒരുങ്ങാണ്. അപ്പോൾ കുറച്ച് മഞ്ഞ കളറ്, കുറച്ച് റെഡ് കളറ്, ഇതൊക്കെ ഓപ്ഷനലാണ്. കളറൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. കുറച്ച് മല്ലിയില, നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉള്ളി ഇട്ടോ. ഈ വറുത്ത് വെക്കണ ഉള്ളിക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ്, പിന്നെ ബദാം, അതൊക്കെ വറുത്തിടാം കേട്ടോ. അതൊന്നും നമ്മളെ കയ്യിലില്ല. ഉള്ളത് ഇനി ഉണ്ടായാലും ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ അതിൻ്റെ മധുരം ആണ്. അപ്പോൾ ഇതൊക്കെ പാടായിട്ടിട്ട് നമുക്ക് പിന്നെ ഇതിൽ സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലർ സ്മോക്ക് ഇടും കേട്ടോ. നമ്മൾ കണലിട്ടിട്ടൊന്ന് സ്മോക്ക് ചെയ്യിക്കലുണ്ട്. അത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതും ഞാനൊന്ന് ചെയ്യില്ല. പിന്നെ കുറച്ച് നെയ്യോ ബട്ടറോ എന്താ വിചാരിച്ചാൽ ഇത് നല്ല നാടൻ പശുവിൻ നെയ്യാട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവറും അതിൻ്റെ ഒരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട്. ആദ്യം ഞാൻ ഉണ്ടാക്കിയത് മൊത്തം ഇതിലാണ്, മറ്റേ ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ചൊരു പിന്നെ തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്നിങ്ങനെ ദമ്മിൽ നിൽക്കട്ടെ കേട്ടോ. അപ്പോൾ അതായത് ഒരു ചെറിയൊരു തീയിലിങ്ങനെ ഒന്ന് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കല്ല, ഒന്ന് ദമ്മിലിട്ടിട്ട് വെക്കുക. പിന്നെ ദമ്മിലിടുമ്പോൾ എന്തെങ്കിലും വെയിറ്റ് എടുത്ത് വെച്ചാൽ ആവി പുറത്തേക്ക് പോകാത്ത രീതിയിലൊന്ന് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പിന്നെ സുർബിയാൻ ബിരിയാണി ഉണ്ടാക്കുന്ന രീതി. ഇതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടോ. അപ്പോൾ ഈ ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങൾ കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റിൻ്റെ സംഭവം കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓൾ എന്ന ബട്ടൺ കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.